സംഭവിച്ചത് മോൻ ഇവിടെ BA-LLB ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായിരുന്നു. അപ്പം ഇവിടെ റാഗിങ്ങുമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. അത് ഓൾറെഡി അവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇന്ന് മഹസർ ഇതുവേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വിളിച്ച് ഞാൻ ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻഫോം ചെയ്തു. സോ അവരുമായിട്ട് അവർ പറഞ്ഞു കോളേജിലോട്ട് വരാൻ പറഞ്ഞു. സോ മോനെയും കൊണ്ട് അവിടെ കോളേജിൽ ചെന്നതിന് ശേഷം അവർ മഹസർ എടുക്കാൻ വേണ്ടി ക്യാൻറ്റീൻ്റെ സൈഡിൽ നിന്ന് അവർ മഹസറിൻ്റെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ക്യാൻറ്റീൻ്റെ അവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരിരുന്ന് കുറേ കമന്റുകൾ, അസഭ്യ വർത്താനങ്ങൾ, അശ്ലീലം, ആ രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള സംസാരങ്ങളായി ഇവൻ വിദ്യാർത്ഥികളുടെ സൈഡിൽ സംസാരിച്ചു. ഞാനത് അത്രയും മൈൻഡൊന്നും ചെയ്തില്ല, ഞാനങ്ങ് വിട്ടു. പിന്നീട് അത് കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവനെതിരെ കേസെടുത്തെന്നും പറഞ്ഞായിരുന്നു ഇത് അർജുൻ എന്നും പറഞ്ഞു. കാര്യം ഇവൻ അർജുനാണെന്നും അറിയത്തില്ല. ഞാനപ്പോൾ ഇത്രയും ഇവൻ സംസാരിച്ചപ്പോൾ ഇതാരാന്ന് നമുക്കറിയില്ല, അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസിനോട് പിള്ളേരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഇന്നാരാണ്, അത് അവന്റെ പേര് ഇന്നതാ ഓരോരുത്തർ പേര് പറഞ്ഞു. ഞാൻ അവിടുന്ന് വീണ്ടും മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവൻ വീണ്ടും വന്നിട്ട് ഈ അർജുനും അമ്മയെയും ഇവരെല്ലാം കൂടെ വന്നിട്ട് വീണ്ടും ഇതേപോലെ ഷൂ നക്കിച്ചു, ഞങ്ങൾക്കെതിരെ കേസെടുത്തു, നീയാണല്ലോ അവന്റെ അമ്മ, നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അസഭ്യ വർത്താനങ്ങളും പറഞ്ഞ് ഇവിടെ ഈ സൈഡിലോട്ട് ചെയ്തിങ്ങനെ അടിച്ചിട്ട് ഈ ഡ്രസ് എല്ലാം കൂടെ വലിച്ചിങ്ങനെ കയറ്റി ഓൾറെഡി കയറിയിരിക്കാതാണ് ഞാൻ ഓപ്പണാക്കാൻ. ഇത്രയും സംസാരിച്ചു കഴിഞ്ഞ് കുറേ പിള്ളേരെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ വഴക്കും പ്രശ്നങ്ങളും, അതായിരുന്നു അവിടുത്തെ വിഷയം ഇന്നത്തേത്. താങ്കളാണ് ഈ അമ്മയെ മർദ്ദിച്ചത്, നീയാണോ അന്ന് എന്റെ മകനെതിരെ പരാതി നൽകിയെന്ന് പറഞ്ഞ താങ്കൾ മർദ്ദിച്ചു എന്ന് അമ്മയെ കാര്യം ചോദിച്ചത്. അമേഘ എന്നുള്ളൊരു കുട്ടി എനിക്ക് ഇന്ന് അറിയാവുന്നത്. എനിക്ക് അവൾ പരാതി കൊടുത്തോ ഇല്ല ഇതെനിക്കൊന്നും അറിയത്തില്ല. നമുക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് അമ്മയെ മർദ്ദിക്കേണ്ട ആവശ്യം എന്താണ്? സംഭവിച്ചത് എനിക്ക് കോളേജ് തുടങ്ങിയപ്പോൾ തൊട്ട് റാഗിങ് ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ക്രിസ്മസ് പരിപാടി ഉണ്ടായിരുന്നു December 20 അപ്പം അന്ന് എനിക്ക് ഒരു 19ഓളം പേര് എന്നെ തല്ലിയായിരുന്നു. തല്ലിയതിന് ഞാൻ അതിനെതിരെ കേസ് കൊടുത്തു, റാഗിങ്ങിന് കേസ് കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ അതിന്റെ ഒരു തെളിവെടുപ്പുണ്ടായിരുന്നു. തെളിവെടുപ്പല്ല, എന്തോ അതിന്റെ പേര്, മാസ്റ്റർ ഉണ്ടായി ഇന്ന്. അപ്പം അതിന് എന്നെ ഒറ്റയ്ക്ക് ഉണ്ടായാലോ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും കൂടെ വന്നായിരുന്നു. അപ്പം ഞാൻ മാസ്റ്റർ അടിക്കാൻ എന്നെ കൊണ്ട് അവർ പോയായിരുന്നു. ആ സമയത്ത് അമ്മ അവിടെ ക്യാൻറ്റീനിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഉള്ളവർ അമ്മയെക്കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുകയും എന്നിട്ട് അമ്മയോട് ഇതേ കൂട്ട് അവിടുത്തെ അർജുൻ DS എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. കുട്ടി അമ്മയെ തല്ലുകയും ഉടുപ്പ് വലിച്ചു കീറുകയൊക്കെ ചെയ്തു. അങ്ങനെ പോയി കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പം അമ്മയുടെ മുഖത്ത് അടിയിപ്പടെ പാടും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ചത് പോലീസുകാരവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇല്ല SFIക്കാരായിരുന്നു. വെറുതെ ആയിരുന്നു, റാഗിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു. അതെ, വെറുതെ എന്നെ പിടിച്ചോണ്ട് പോയി അടിക്കുകയായിരുന്നു. അത് ശരിക്കും വെറും കള്ള കേസാണ്. അതായത് ഈ കുട്ടി പല ആരോപണങ്ങളും എനിക്കെതിരെ നടത്തുന്നുണ്ട്. അതായത് ഞാൻ ഈ കേസ് കൊടുത്തതിന് ശേഷം ഇവർക്ക് പിടിച്ചു നിൽക്കണം, ഇവർക്ക് എനിക്കെതിരെ ഒരു കൗണ്ടർ വെക്കണം. ഇതിനു വേണ്ടി അവർ ആദ്യം ഞാൻ ജാതി കേസെന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്ത്, പിന്നീട് അങ്ങനെ പല കേസുകൾ അവർ ഫയൽ ചെയ്യുന്നുണ്ട് എനിക്കെതിരെ പിടിച്ചിരിക്കാൻ വേണ്ടി. ഈ പറയുന്നതെല്ലാം കള്ളത്തരം പോലുമാണ്, ഈ കാണിക്കുന്നത് പോലും. പിന്നെ അമ്മയെന്ന് പറയുന്ന ചേച്ചിയായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല, ഞാൻ അവരെ അറിയത്തുപോലും ഇല്ല. പിന്നെ ഞാനെങ്ങനെ അവർ വർദ്ധിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ സീനിയേഴ്സുമായിട്ട് അധികം ഇതില്ലാത്തതാണ്, അത്രേ ഉള്ളൂ.